ശ്രീ ജലീൽ പുനലൂർ, ഈ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9 വർഷമായി സർക്കാരിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നത് ഇസ്ലാമിക് ഗ്രൂപ്പുകളെ കയറൂരി വിടുന്നു, അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കുന്നു എന്ന ആരോപണം ഒന്നും രണ്ടും പിണറായി സർക്കാരിനെതിരെ വലിയ തോതിൽ നിലനിൽക്കുന്നതാണ്. ഇപ്പോഴിതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ ഈ മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ പോലും ജിഹാദി ഗ്രൂപ്പുകൾ പിടിമുറുക്കുകയും അവിടെ മറ്റു മതവിഭാഗക്കാർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, പരസ്യമായ അധിക്ഷേപങ്ങൾ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങോട്ടാണ് ഈ നാടിനെ ഈ ഭരണകൂടം കൊണ്ടുപോകുന്നത്? ചോദ്യം വളരെ കൃത്യമാണ്. ആ ചോദ്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഇതേ സമയം മറ്റൊരു ചാനലിൽ, ഇതിന്റെ മറ്റൊരു പതിപ്പായ മറ്റൊരു ചാനലിൽ അവിടെ സജീവമായ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അവിടെ നിരന്തരം ഞാനടക്കമുള്ളവർ, കേരളീയ പൊതു സമൂഹം കേട്ടുതഴമ്പിച്ച ഒരു ആരോപണം. ഇതിന്റെ മറ്റൊരു പതിപ്പാണ്. പിണറായി വിജയൻ പറയുന്നത് ആഭ്യന്തരമന്ത്രിയല്ല, RSS നേതാവ് വത്സൻ തില്ലങ്കേരിയാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. RSSന്റെ വലിയ നേതൃനിര തന്നെ കേരളത്തിന്റെ പോലീസിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കേരള പോലീസിൽ രമൺ ശ്രീ വാസുദേവ് പോലെയുള്ള RSS പക്ഷപാതികളെ കൊണ്ടുവന്ന് RSSന് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. പൂർണ്ണമായും കേരള പോലീസ് കാവ്യവൽക്കരണത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഡിബേറ്റുകൾ അപ്പുറത്ത് നടക്കുകയാണ്. ശശികലയ്ക്ക് ഒരു നിയമവും മുസ്ലിം മതപണ്ഡിതന് വേറൊരു നിയമവും എന്നുള്ള വ്യാപകമായ ചർച്ച അതാണ് നടക്കുന്നത്. ഒരു ഇടതുപക്ഷ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണിത്. കാരണം ഭൂരിപക്ഷ മതത്തിന്റെ പേരിൽ സംഘടിക്കുന്ന വർഗീയവാദികളും ന്യൂനപക്ഷ മതത്തിന്റെ പേരിൽ സംഘടിക്കുന്ന വർഗീയവാദികളും ഒരുപോലെ ആക്രമിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് തന്നെ ആ ആഭ്യന്തര വകുപ്പിനും കിട്ടുന്ന ഏറ്റവും വലിയ മെറിറ്റാണ്, അവാർഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങളും അത്തരത്തിലുള്ള മറ്റൊരു ചാനലുകളും, ആ ചാനലുകൾ അതിവിദഗ്ധന്മാരാണ്. നിങ്ങൾ ആ വിഷയത്തിൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം കേൾവിയുള്ള ചെറിയ വിഷയങ്ങൾ, ബാലിശമായ വിഷയങ്ങൾ, സാമൂഹികമായി യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത വിഷയങ്ങൾ വക്രീകരിച്ചും പർവ്വതീകരിച്ചും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് എന്തോ ഇവിടെ സംഭവിക്കും എന്നുള്ള നിലയിൽ വലിയ പദ്ധതികൾ തയ്യാറാക്കി. അല്ല, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ വർഗീയവാദികൾ അഴിഞ്ഞാടുന്നതാണോ താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ ബാലിശമായ വിഷയം? ഏത് വർഗീയവാദിയാണ്? ഇസ്ലാമിസ്റ്റുകളാണ്. പിന്നെ ചോദിക്കണം, ഇസ്ലാമിസ്റ്റുകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് താങ്കൾ പറയുമ്പോൾ RSSകാരെന്ന് മറുവിഭാഗം ഇവിടെ പറയുന്നുണ്ട്. ഈ രണ്ടിനെയും ഒരുപോലെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. നിങ്ങളെന്താ ധരിച്ചത് ഇത് കേരളമാ? സന്ധ്യാനാമം ചൊല്ലാൻ വേണ്ടി മഗ്‌രിബ് ബാങ്ക് കേട്ടോ മകനേന്ന് ചോദിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിന് അമ്മമാരുടെ മക്കളാണ് ഈ കേരളത്തിൽ. അങ്ങ് ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യം, മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ ജിഹാദികൾ അഴിഞ്ഞാടുമ്പോൾ എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നില്ല? താങ്കൾ അതിന് ഉത്തരം പറയൂ. താങ്കൾ വേറെ ഏതൊക്കെയോ വിഷയങ്ങളിലേക്ക് പോകുകയാണ്. ഒരു ജിഹാദിയെ അഴിഞ്ഞാടാൻ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്താണെന്നേ? എന്താണ് സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ ഇരുന്നു കൊണ്ട് ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിക്കുന്നു, യേശു ക്രിസ്തുവിനെ അപമാനിക്കുന്നു. ഞങ്ങൾ നേരത്തെ ആ റിപ്പോർട്ട് ഇവിടെ പ്ലേ ചെയ്തതല്ലേ? അത് മറ്റു മതവിഭാഗങ്ങളെ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ ഇരുന്നു കൊണ്ട് അധിക്ഷേപിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ മാസം 4-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. ഇന്നിപ്പോൾ സെപ്റ്റംബർ മാസം 18-ആയി. അത്തരം ഒരു ജിഹാദിയെ നിങ്ങൾ ആ വകുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഞാൻ അതിന് രണ്ടുത്തരം പറയാം. ഒന്ന്, ഞാനൊരു വിശ്വാസിയാണ്, ഇസ്ലാം മതവിശ്വാസിയാണ്. എന്റെ മതദർശനം, എന്റെ പ്രത്യയശാസ്ത്രവും അനുസരിച്ച് ഒരു കാരണവശാലും ഒരു ഇസ്ലാം മതവിശ്വാസി ശ്രീകൃഷ്ണചന്ദ്രനെയോ ശ്രീകൃഷ്ണ ഭഗവാനെയോ ശ്രീരാമചന്ദ്ര ഭഗവാനെയോ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ മറ്റൊരു മതവിഭാഗത്തിലെ മഹാമനീഷികളെ, അവതാരങ്ങളെ ആക്ഷേപിക്കില്ല. ആക്ഷേപിച്ചാൽ ആ മതത്തിന് വിരുദ്ധനാണ്, മതത്തിന്റെ ദർശനങ്ങൾക്ക് പുറത്തുപോയവനാണെന്ന് വിവക്ഷിക്കുന്ന ഒരു മതത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞു ഒരാളിൽ നിന്നും ഒരു അപക്വമായ ഇടപെടൽ ഉണ്ടായി. നാളെ ആരിഫ് ഹുസൈനിൽ നിന്നും അപക്വമായ ഒരു നടപടി ഇത്തരത്തിൽ ഉണ്ടായാൽ അതിന്റെ സമുദായം മുസ്ലിം സമുദായം പേരണോ? ഏതെങ്കിലും ഫ്രോഡുകൾ, ഏതെങ്കിലും അത്തരത്തിലുള്ള ആളുകൾ എവിടെങ്കിലും ഇരുന്നു കൊണ്ട് 10,000-കണക്കായ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇവിടെ 1000-കണക്കായ ഡിപ്പാർട്ട്മെന്റുകളിൽ, അതിൽ 10,000-കണക്കായ ജീവനക്കാരൻ എവിടെയോ കിടക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം പേറേണ്ട ബാധ്യത ഇവിടുത്തെ കേരളത്തിലെ പ്രബുദ്ധമായ മുസ്ലിം സമുദായത്തിനുണ്ടോ, ഹിന്ദു സമുദായത്തിനുണ്ടോ? അപ്പൊ എത്ര ബാലിശമായ ശ്രീ ജലീൽ പുനലൂർ, ഞാൻ മുസ്ലിം സമുദായത്തിന് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ സർക്കാരിനില്ലേ? മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ ഇരുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ഈ രീതിയിൽ മറ്റു മതവിഭാഗങ്ങളെ അധിക്ഷേപിക്കുന്നു, അവിടെ ജിഹാദി പ്രവർത്തനം നടത്തുന്നു. അതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനാണ്, മുസ്ലിങ്ങൾക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞുതരാം.
കൃത്യമായ ഉത്തരം പറഞ്ഞുതരാം. അത് വലിയ അപരാധമാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ആ ഡയറക്ടറെ ഞാൻ വിളിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി ഉണ്ടായി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. സർക്കാർ സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോട് ശിക്ഷാ നടപടി ഒരു സർക്കാർ സ്വീകരിക്കണമെങ്കിൽ എന്താണ് കീഴ്വഴക്കമെന്ന് EP സെൻകുമാറിനോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും. അദ്ദേഹമാണല്ലോ ഇപ്പോഴത്തെ ആചാര്യൻ. അദ്ദേഹം കൃത്യമായി പറഞ്ഞു തരും. വിശദീകരണം ചോദിച്ച് ഈ വിഷയത്തിൽ ആ അപരാധം നിങ്ങൾ ഈ പറയപ്പെടുന്ന ഷാജുവോ ഷൈജു എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, കൃത്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മതവർഗീയവാദികളെയും ഒരു പരിധി വിട്ട് അഴിഞ്ഞാടാൻ അനുവദിക്കാത്ത ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളതെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. ശ്രീ ആരിഫ് ഹുസൈൻ, അങ്ങക്ക് ഇതിന് മറുപടി ഉണ്ടാകും. കാരണം ഇപ്പോൾ ശ്രീ ജലീൽ പുനലൂർ പറയുന്നത് ഒരു വർഗീയവാദികളെയും അഴിഞ്ഞാടാൻ ഈ സർക്കാർ അനുവദിക്കില്ല എന്നൊക്കെയാണ്. രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഇദ്ദേഹം ഈ പറയുന്ന ഇസ്ലാമിലെ നല്ല വശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പോ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയേണ്ട കാര്യമൊന്നും എനിക്കില്ല സത്യത്തിൽ. പക്ഷേ ഒരു വശത്ത് തീവ്രവാദികൾ ഈ പണി ഈ മതത്തിന്റെ പേരിൽ ചെയ്യുമ്പോൾ അവരെ തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ വെളുപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ അവർ ചെയ്തു വെക്കുന്നത് ഇസ്ലാം അങ്ങനെ പറയുന്നത് കൊണ്ടും ഇസ്ലാം അങ്ങനെ ചെയ്തത് കൊണ്ടുമാണ്. അതുകൊണ്ടാണ് നമ്മളത് പറയേണ്ടി വരുന്നത്. ആ സമയത്ത് എന്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാലങ്ങളായിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്ന പണി തന്നെയാണ് ഇവിടെ ഈ ജലീലും ചെയ്യുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പൊ ആരാണ് യഥാർത്ഥ ഫ്രോഡ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം പറഞ്ഞു ബാലിശമായ വിഷയം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു. ഇതുപോലെ ഒരു മറ്റൊരു ബാലിശമായ ഒരു വിഷയത്തിന്റെ പേരിലാണല്ലോ ഇവിടെ ജോസഫ് മാഷിന്റെ കയ്യും കാലൊക്കെ വെട്ടിയെടുത്തത്. ആ വെട്ടിയെടുത്ത മാത്രമല്ല, ആ വ്യക്തിയെ, ആ വെട്ടിയ ആളുകളെ ഇന്നും ഇപ്പോഴും അവരെ പൂജിക്കുക, അവരെ വാഴ്ത്തുക. കയ്യും കാലും എല്ലാം വെട്ടേണ്ടിയിരുന്നത്, തലയാണ് വെട്ടേണ്ടിയിരുന്നത് എന്ന് ഇന്ന് ഇവിടുത്തെ സാധാരണ മുസ്ലിം പോലും പറയാ. അവരെ ജയിലിൽ കിടക്കുന്ന സമയത്ത് അയാളെ ജയിപ്പിച്ചു വിടുക ഇലക്ഷനിൽ. ഇതൊക്കെയാണ് ഇവിടെ ഉള്ള ഈ പറയുന്ന മുസ്ലിങ്ങൾ ബാലിശമായ വിഷയത്തിന്റെ പേരിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ആദ്യം പഠിക്കാൻ തയ്യാറാവുക. അപ്പൊ ഒരു വിഷയം ഇവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എതിരായ വിഷയങ്ങളൊക്കെ ബാലിശവും നിങ്ങൾക്ക് അനുകൂലമായ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ബാലിശമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ചെലവാവില്ല. ഇപ്പോ സൂംബ വിവാദം ഇവിടെ വന്നു, അത് ബാലിശമാണോ? ആരാ ആ വിഷയം ഇവിടെ കുത്തിപ്പൊക്കി ഇതുപോലെ ഒരു വിദ്വേഷത്തിന്റെ വക്കിലേക്ക് വരെ കൊണ്ടെത്തിച്ചത് ആരാണ്? അങ്ങനെ ഏത് വിഷയവും നിങ്ങൾ എടുത്തോളൂ, നമുക്ക് വേണമെങ്കിൽ അതൊരു പ്രത്യേക ചർച്ചയാക്കി കളയാം. അപ്പൊ അതാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ യഥാർത്ഥ കാര്യകാരണങ്ങളിലേക്ക് കടന്ന് അതിന് വേണ്ട ശ്രമം, അത് പരിഹരിക്കാൻ വേണ്ട ശ്രമം എന്താണ് ഇവർ ചെയ്യാറുള്ളത്? അതാ നമ്മളിവിടെ ചോദിക്കുന്നത്. അത് ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ഓരോ വിഷയം നമ്മൾ എടുത്തു നോക്കി കഴിയുമ്പോൾ ഇതെല്ലാത്തിലും ഈ പറയുന്ന ജലീലിനെ പോലുള്ള ആളുകൾക്ക് പോലും ഇതിനെ അനുകൂലിക്കുന്ന തരത്തിലേക്ക് വരെ ഇതിന് പങ്കുണ്ടാവുമ്പോൾ ഇവിടെ ഒരു മുസ്ലിമിന് ഈ വിഷയത്തിന്റെ യഥാർത്ഥ വശം പോലും അറിയാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഇതിന് നിങ്ങൾ അവർക്ക് മറച്ചു പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജിഹാദികളും ഈ തരത്തിൽ മതവിദ്വേഷം കുത്തിയിറക്കുന്ന ആളുകളും ചെയ്യുന്ന പണി അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നിങ്ങളൊക്കെ. അത് ചെയ്യാതെ ഇതേപോലെ ആ ഘട്ടത്തിൽ ആ ആശയത്തെ വെളുപ്പിക്കാൻ വന്നത് കൊണ്ടൊന്നും ഇത് ശരിയാകാൻ പോകുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കാറുള്ളത് എപ്പോഴും. അതിപ്പോ നിങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ശരിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പണിയിൽ നിന്ന് നിങ്ങളൊന്ന് പിന്തിരിയണം എന്നുള്ളതാണ് എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത്.